ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 17-ാമത്തെ അധ്യായം 24 മുതൽ 27 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്ന് നാം ധ്യാന വിഷയമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദേവാലയത്തിന് നികുതി കൊടുക്കുന്നതിനെ കുറിച്ച് കർത്താവ് നടത്തുന്ന ഒരു പ്രതിപാദനമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഈശോയുടെ അടുക്കൽ ദേവാലയത്തിന് നീതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ആൾക്കാർ വന്നപ്പോൾ ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ ലോകത്തിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതി ഭരിക്കുക? അന്യരിൽ നിന്നോ പുത്രന്മാരിൽ നിന്നോ? അന്യരിൽ നിന്ന് എന്ന ഉത്തരം കിട്ടിയപ്പോൾ ഈശോയുടെ ഉത്തരം, അങ്ങനെയാണ് എങ്കിൽ ദൈവപുത്രനായ ഞാൻ നികുതി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം ദേവാലയം ദൈവത്തിൻ്റേതാണല്ലോ, ദൈവത്തിൻ്റെ പുത്രന് എന്തിന് നികുതി കൊടുക്കണം? എന്നിട്ട് ഈശോ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഈ ലോകത്തിൻ്റെ നീതിശാസ്ത്രങ്ങൾ, ഈ ലോകത്തിൻ്റെ നിയമസംഹിതകൾ, ഈ ലോകത്തിൻ്റെ ചട്ടക്കൂടുകൾ, അത് ആകുന്ന അവസ്ഥയിൽ, ആയിരിക്കുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് വിളിച്ച് പറയുകയാണ്, നിങ്ങൾ ഗലീല തടാകത്തിൽ ചെന്ന് മീൻ പിടിക്കണം, മീനിൻ്റെ വായിൽ നിന്നൊരു നാണയം കിട്ടും, അത് എനിക്കും നിങ്ങൾക്കും വേണ്ടി നികുതി അടയ്ക്കും. ഈശോ ഉയർത്തിയ സംവാദം നമ്മുടെ മുമ്പിൽ എഴുന്നു നിൽക്കുമ്പോഴും കൃത്യമായി ഒരു ബോധ്യത്തിലേക്ക്, ഒരു തിരിച്ചറിവിലേക്ക് ഇന്നത്തെ തിരുവചനം ഈശോ നമ്മളെ നയിക്കുന്നു. ലോകത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയരായിരിക്കുവാൻ ക്രിസ്ത്യാനി കടപ്പെട്ടവനാണ്. അവൻ ഏത് രാജ്യത്തിലായിരിക്കുന്നു, ഏത് സമൂഹത്തിലായിരിക്കുന്നു, അവിടെയൊക്കെയുള്ള നിയമസംഹിതകളോട് പോസിറ്റീവായിട്ട് സഹകരിക്കുന്നവനാകണം ഒരു ക്രിസ്ത്യാനി. നാം ഇന്ത്യക്കാരായിരിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന ആവശ്യപ്പെടുന്ന, ഇന്ത്യൻ ന്യായസംഹിത ആവശ്യപ്പെടുന്ന, പീനൽ കോഡ് ആവശ്യപ്പെടുന്ന നിയമ സംവിധാനങ്ങളോട്, ചട്ടക്കൂടുകളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഭാരതത്തിൽ ജീവിക്കുമ്പോഴും മറ്റു ചില മതസംഹിതകളുടെ മാത്രം നിയമം പാലിക്കാനും രാജ്യത്തിൻ്റെ നിയമങ്ങളെ എതിർക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങളുള്ള ഒരു നാട്ടിലാണ് ഈശോ കൃത്യമായിട്ട് നമ്മളോട് ഈ കാര്യം സൂചിപ്പിക്കും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ, അതിനു മുമ്പും അതിനു പിമ്പുമൊക്കെ രാജ്യസേവനം മുഖ്യ ധർമ്മമായിട്ട് കരുതാൻ ഓരോ ക്രിസ്ത്യാനിയും കൃത്യമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈശോ പറഞ്ഞത് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാൻ നമ്മുടെ പിതാമഹന്മാർ ഏറെ പേരുണ്ടായിരുന്നു. രാജ്യസേവനത്തിന് നിയോഗിക്കപ്പെട്ടവരായിട്ട് ഇന്നും നമ്മിലേറെ പേരുണ്ട്. രാജ്യദ്രോഹികളുടെ ലിസ്റ്റിൽ, ഭാരതത്തെ വഞ്ചിച്ചവരുടെ ലിസ്റ്റിലൊന്നും ക്രിസ്ത്യാനികളുടെ പേര് അങ്ങനെ അധികം പറഞ്ഞു കേട്ടിട്ടില്ല. രാജ്യത്തിൻ്റെ തത്വസംഹിതകളോടും നിയമത്തോടും നിർവാജ്യമായ സഹകരണവും സ്നേഹവും പങ്കാളിത്തവും കീഴ്വഴക്കവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഇന്നും നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുവാൻ നാം ശ്രദ്ധാലുക്കളാകണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുക. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, രാജ്യത്ത് അയൽവാസികളും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ സൂക്ഷിക്കേണ്ട നിയമങ്ങൾ പാലിക്കുക, ഞാൻ മൂലം ആർക്കും വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ മറ്റുള്ളവർക്ക് സേവനവും നന്മയും ചെയ്ത് ജീവിക്കാൻ സാധിക്കും.
ഈ നിയമസംഹിതകൾ കൃത്യതയോടെ പാലിക്കും. സ്വാഭാവികമായിട്ടും നികുതിയും ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന മറ്റ് നിർബന്ധിതമായ ഓഹരികളുമൊക്കെ സമയബന്ധിതമായിട്ട് കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക്. നിയമങ്ങൾക്ക് മുകളിലല്ല ക്രിസ്ത്യാനി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിയമങ്ങളെ കൃത്യമായി പാലിക്കുന്ന കാര്യത്തിൽ കർക്കശ ഭാവം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കേവർക്കും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. ഈശോ നമ്മളെ പഠിപ്പിച്ച വഴി അതാണ് എന്ന ബോധ്യത്തോടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലപാടെടുക്കാൻ നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.